ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം +2ൻ്റെ കെമിസ്ട്രി എക്സാം നിങ്ങൾ ഇന്ന് എഴുതി. ഓക്കെ, അപ്പം ഒരു 3 അഭിപ്രായം വരുന്നുണ്ട്. ടഫാണ്, ഈസിയാണ്, ആവറേജ് ആണ്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. നിങ്ങൾക്ക് ആർക്കും വിഷമം തോന്നരുത്. ഫോർ മീ ഇറ്റ്സ് എ പെർഫെക്റ്റ് എക്സാമിനേഷൻ. ഓക്കെ, ഈ കെമിസ്ട്രി എക്സാം തന്നെ പെർഫെക്റ്റ് എക്സാമാണ് കെമിസ്ട്രി. കാരണം ഞാൻ പറഞ്ഞാൽ ഫിസിക്സ് എക്സാം നല്ല ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് ആയിരുന്നു, അതുപോലെ തന്നെ കെമിസ്ട്രി ക്വസ്റ്റ്യനും നല്ല സ്റ്റാൻഡേർഡ് ആയിരുന്നു. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യന് ഒരു കാര്യം ഞാൻ പറഞ്ഞു, നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിൽ ഒരു സ്റ്റഡി മെറ്റീരിയൽ അയച്ചു തന്നായിരുന്നു. ഒരു 18 പേജുള്ള ഒരു മെറ്റീരിയൽ അയച്ചു തന്നായിരുന്നു. അതിൽ നിന്ന് അറൗണ്ട് 49 മാർക്കിന് ചോദിച്ചായിരുന്നു. ഓക്കെ, അതിൽ 38 മാർക്കിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ മെറ്റീരിയലിലും നിങ്ങൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. അപ്പം നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ്സാകും. അതാണ് നിങ്ങൾക്ക് ഇന്ന് പറ്റിയെന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് 1 വേൾഡിൽ ആ ബ്രോൺസിൻ്റെ അകത്തുള്ള എലമെൻറ്റ്, ഡി ബ്ലോക്ക് എലമെൻറ്റ് കോപ്പർ, അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ പ്രൊപ്പനാലിനെ റെഡ്യൂസ് ചെയ്ത് റിഡക്ഷൻ നടത്തിയല്ല, അത് ആൽക്കഹോൾ റിഡക്ഷൻ ഡയറക്റ്റ്. ടിയാഫിൻ്റെ ഡെറിവേഷൻ, കോപ്സ് റിയാക്ഷൻ, പക്ഷേ അത് ഇൻഡയറക്റ്റാണ് ചോദിച്ചത്, നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷേ എന്താണ്, ബ്രോമിൻ വാട്ടർ ഫിനോളിൽ ആഡ് ചെയ്താലുള്ള ക്വസ്റ്റ്യൻ ഡയറക്റ്റ്. ഗബ്രിയൽ താലിമൺ റിയാക്ഷൻ ഡയറക്റ്റായിട്ട് ചോദിച്ചു. പോസ്റ്റ് ഡീവിയേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. പിന്നെ എന്താണ്, ഓർഡറും മോളിക്കുലാരിറ്റി വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. പിന്നെ സ്കാൻഡിയോ സിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു. ലാന്തനൈഡ് കോൺട്രാക്ഷൻ ഡയറക്റ്റ് ആയിരുന്നു. ലിമിറ്റേഷൻ ഓഫ് വാലൻസ് ബോണ്ട് തിയറി ഡയറക്റ്റ് ആയിരുന്നു. പക്ഷേ നിങ്ങളിത് പഠിക്കുമെന്ന് എനിക്കറിയത്തില്ല. ആ മെറ്റീരിയൽ ഉണ്ടായിരുന്നു ലിമിറ്റേഷൻ ഓഫ് വാലൻസ് ബോണ്ട് തിയറി, പക്ഷേ നിങ്ങളിത് പഠിക്കുമെന്ന് അറിയത്തില്ല. പിന്നെ ഇതാണ് ഒരു 23 ഈസി ക്വസ്റ്റ്യൻ, അത് ചെറിയൊരു ഇൻഡയറക്റ്റ്, അത് വിട്ടേക്ക്. 25ാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിരുന്നു. പിന്നെ 26ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, ബയോമോളിക്കുലർ ഒരു ക്വസ്റ്റ്യനെങ്കിലും പഠിച്ചിട്ട് പോടാന്ന് പറഞ്ഞു. ഒലിഗോസാക്രൈഡ്, മോണോസാക്രൈഡ്, പോളിസാക്രൈഡ് ഒക്കെ പഠിച്ചിട്ട് പോടാന്ന് തലേ കൈ വെച്ച് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, അതേപോലെ ചോദിച്ചു. നെക്സ്റ്റ് വാൻകോ ഫാക്ടർ ഐ ഡിഫൈൻ ചെയ്യാൻ പഠിച്ചിട്ട് പോടാന്ന് പറഞ്ഞു, അതും ചോദിച്ചു. പിന്നെ കോൾറാഷസിലായുടെ ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കിൻ്റെ കണക്ട് ചെയ്തുള്ള ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ മാർക്കോനിക്കോ റൂൾ ആയിരുന്നു ഏറ്റവും ലാസ്റ്റിൻ്റെ തൊട്ട് മുമ്പ് കിടന്ന ക്വസ്റ്റ്യൻ. 30ൽ കിടന്ന ഒരു ക്വസ്റ്റ്യൻ എ പാർട്ട് എന്ന് പറഞ്ഞാൽ മാർക്കോനിക്കോ റൂൾ +1 സെയിം തന്നെയാണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ ആൾഡോളും HBZ അല്ലേ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ സ്റ്റിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് അറൗണ്ട് ആഡ് ചെയ്യുമ്പോൾ ഒരു 38 മാർക്കിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അല്ലെങ്കിൽ ഞാൻ തന്ന മെറ്റീരിയൽ 49 മാർക്കിൻ്റെ 18 പേജിൻ്റെ ഒരു മെറ്റീരിയലാണ്. 49 മാർക്കിന് എക്സാക്റ്റ് ചോദിച്ചു, 11 മാർക്ക് ഇൻഡയറക്റ്റാണ്. എന്നാലും ഒരു 38 മാർക്ക് ഡയറക്റ്റാണ്. പോട്ട് 30 മാർക്കിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് പറ്റിയതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം ചോദിക്കുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നിന്ന് മാറ്റി പിടിച്ചു. അതാണ് ഈ വർഷം പറ്റിയത്. അപ്പോൾ നമ്മൾ തരുന്ന ക്വസ്റ്റ്യനിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യും, ഫിൽട്ടർ ചെയ്യും. നമ്മൾ തരുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക, നിങ്ങൾ അതിൽ നിന്നും ഫിൽട്ടർ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യത്തില്ല, നിങ്ങൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് വരത്തില്ല. അപ്പോൾ ഒരു കാരണവശാലും ഇനി അങ്ങനെ ചെയ്യരുത്. ഇനി സെക്കൻഡ് ഒരു കാര്യം പറയാം, ക്വസ്റ്റ്യൻ വാസ് പെർഫെക്റ്റ് ആൻഡ് വെരി സ്റ്റാൻഡേർഡ്. ക്വസ്റ്റ്യൻ നല്ല സ്റ്റാൻഡേർഡാണ്. എൻഡിയർലി ചോദിക്കുന്ന പാറ്റേൺ അങ്ങ് മാറ്റി, പ്രീവിയസ് ഇയറിൻ്റെ ആ രീതി സ്റ്റൈൽ അങ്ങ് മാറ്റി. പ്രീവിയസ് ഇയറിലെ ആൻസേഴ്സ് തന്നെ ഇതിന് വരുന്നത്, പക്ഷേ ക്വസ്റ്റ്യൻ അങ്ങനെയല്ല, ഇൻഡയറക്റ്റ് ആയിട്ട്. എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കോൺസെപ്റ്റ് പഠിക്കുന്ന കുട്ടിക്ക് മാത്രം എഴുതാൻ പറ്റിയാൽ മതി, ആ രീതിയിൽ ക്വസ്റ്റ്യൻ മതി. കാരണം 38 മാർക്കിന് ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ബാക്കി 40 മാർക്കിന് ഇൻഡയറക്റ്റ് ഉണ്ട്. കാരണം ടോട്ടൽ 78 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇല്ലേ. അപ്പോൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്, ഒരുപാട് ഇൻഡയറക്റ്റ്. ഓർഗാനിക് കെമിസ്ട്രിയിലെ ബാക്കി കുറേ ക്വസ്റ്റ്യൻസ് ഇൻഡയറക്റ്റാണ്. നന്നായിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ പഠിക്കാൻ പറ്റൂ. ഇനി നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഈസിയാണ്. കാരണം എല്ലാ ടോപ്പിക്കും ടെക്സ്റ്റിൽ, കാരണം ഒരു ക്വസ്റ്റ്യൻ പോലും ടെക്സ്റ്റിൽ നിന്ന് വെളിയിലില്ല. ഇപ്പോൾ കൊളിഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു നിങ്ങൾ സെലക്ട് പഠിക്കുന്ന കുട്ടികൾ കണ്ടുപോലും കാണത്തില്ല. പക്ഷേ ഫുൾ പഠിക്കുന്ന കുട്ടികൾ അത് കണ്ടു കാണും, ഈസിയാണ്. നമ്മൾ ഇവിടുത്തെ പിള്ളേരൊക്കെ പഠിച്ചായിരുന്നു, ഞാൻ അതൊക്കെ സ്ഥിരം പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. പിന്നെ അലൈലിക്ക് വിനൈലിക്ക് എന്നൊക്കെ പറഞ്ഞ് ആൽക്കെയിൻസ് ഉണ്ട്, ഹാലോ ആൽക്കെയിൻസ് ഉണ്ട്, അരയിൽ ഹാലൈഡ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ സ്ഥിരം പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അതൊക്കെ ചോദിച്ചു, പക്ഷേ ഇതുവരെ അതൊന്നും ചോദിച്ചിട്ടില്ല. ഈ വർഷം ചോദിച്ചു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫുൾ പഠിക്കുന്ന കുട്ടിക്ക് ഭയങ്കര ഈസിയും, എന്നാൽ സെലക്ട് ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്തിരി ഡിഫിക്കൽട്ടോ. കാരണം സ്ഥിരം ചോദിക്കുന്ന സെലക്റ്റീവ് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. പിന്നെ കുട്ടികൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ കുറച്ചൊന്ന് പേടിച്ചൊക്കെ പോയി. അതാണ് ഇവിടെ സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി മനസ്സിലാക്കുക, നമ്മൾ ഈ നവോത്ഥാനം എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ ആ നവോത്ഥാന നായകന്മാർ എന്ന് വേണമെങ്കിൽ നിങ്ങളെ വിളിക്കാം. കാരണം നിങ്ങളുടെ ബാച്ച് മുതൽ ക്വസ്റ്റ്യൻസ് സ്റ്റാൻഡേർഡ് ആകണം. കാരണം നമുക്കറിയണം, നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ +1 +2 പഠിച്ച് ഇറങ്ങിപ്പോണ കുട്ടികൾക്കൊന്നും ഒരു പുണ്ണാക്കും അറിഞ്ഞൂടെ, വളരെ നാണക്കേടാണ്. അപ്പം നിങ്ങളുടെ ബാച്ച് മുതൽ അത് മാറാൻ പോവുകയാണ്. നല്ല രീതിയിൽ നിങ്ങൾ, കാരണം നിങ്ങൾ മന്ദബുദ്ധികളായതുകൊണ്ടല്ല, നിങ്ങൾക്കറിയാം ഇത്രയൊക്കെ പഠിച്ചാൽ മതി, നമുക്ക് മാർക്ക് കിട്ടും എന്നൊരു തോട്ട് പ്രോസസ്സ് 10ാം ക്ലാസ്സിലെ എക്സാം വളരെ ഈസി ആയതുകൊണ്ട് നിങ്ങളെ മൈൻഡിൽ ഫീഡായി. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഉഴപ്പുന്നത്. നിങ്ങളെല്ലാം കഴിവുള്ള പിള്ളേരാണ്. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾ 2 ദിവസം വന്ന് ഒരു ഓൺലൈൻ ക്ലാസ് കണ്ട് 2 ദിവസം കൊണ്ട് ഒരു പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ കണ്ടൊക്കെ നിങ്ങൾ പെട്ടെന്ന് മാർക്ക് വാങ്ങിക്കാൻ ഒരു തോട്ട് പ്രോസസ് നിങ്ങൾ മൈൻഡിൽ വന്നതുകൊണ്ടാണ് നിങ്ങൾ ഉഴപ്പുന്നത്. അപ്പോൾ ഇനി ആ തോട്ട് പ്രോസസ് അങ്ങ് മാറ്റുക. നന്നായിട്ട് പഠിച്ചിട്ട് റിവിഷന് വേണ്ടി ഇങ്ങനത്തെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. ഓക്കെ, അപ്പോൾ അത് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല, നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡായി. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ ഇനി അങ്ങനെ കരയാനോ ഒന്നും പറ്റത്തില്ല. ഇപ്പോൾ കെമിസ്ട്രിയുടെ എക്സാം ഇന്ന് ടഫാണെങ്കിൽ നെക്സ്റ്റ് ലാസ്റ്റ് ഒരൊറ്റ എക്സാമേ ഉള്ളൂ, മാത്സ്.
നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങളെ ലൈഫിലെ ലാസ്റ്റ് എക്സാമാണ് എഴുതാൻ പോകുന്നത്. ഒഫീഷ്യലി ലാസ്റ്റ് എക്സാം. ഇനി ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് അത് വേറെ. ഒഫീഷ്യലി നിങ്ങൾ എഴുതാൻ പോകുന്ന ലാസ്റ്റ് എക്സാമാണ് പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ ടെൻഷനുള്ള എക്സാം ഒന്നുമില്ല. ഡിഗ്രി ബിടെക് ഒക്കെ പോയി നിങ്ങൾ നിസ്സാരമായിട്ട് പോയി എക്സാം എഴുതും. ലാസ്റ്റ് ഒഫീഷ്യലി എക്സാമാണ് നിങ്ങൾ ലൈഫിൽ നിങ്ങൾ എഴുതാൻ പോകുന്നത്. ടെൻഷനൊക്കെ ഉള്ള എക്സാം. നന്നായിട്ട് ഇടിവെട്ടരെ പഠിച്ചോ, കുത്തിയിരുന്ന് പഠിച്ചിട്ട് പോകും. ഓക്കെ, അപ്പോൾ കെമിസ്ട്രി ഒക്കെ ടഫാണ്, ഫിസിക്സ് ടഫായിരുന്നു, അതൊക്കെ മാറ്റാൻ വേണ്ടി മാത്സ് കുത്തിയിരുന്ന് പഠിച്ചിട്ട് പോകും. ഇനി മാത്സിന് തോക്കുമെന്ന് പ്രതീക്ഷയുള്ള കുട്ടികൾ, പ്രതീക്ഷ മീൻസ് അല്ല, തോക്കുമെന്ന് സാധ്യത ഉള്ള കുട്ടികൾ, നിങ്ങൾ ചെയ്യേണ്ടത് നമുക്കൊരു പാറ്റേൺ മാറ്റി പിടിക്കാം. ഓക്കെ, നമുക്ക് ചില ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് പഠിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. നമുക്ക് ചാപ്റ്റർ സെലക്ട് ചെയ്ത് പഠിക്കാം. ഒരു 5 ചാപ്റ്റർ നന്നായിട്ട് ഫുൾ തറവ്, 13 ചാപ്റ്ററിൽ 5 ചാപ്റ്റർ പഠിച്ചാൽ 30 മാർക്ക് കിട്ടും. 5 ചാപ്റ്റർ പഠിക്കാം, 30 മാർക്ക് കിട്ടി, ജയിച്ചേ. 13 ചാപ്റ്ററും സെലക്ട് ചെയ്ത് പഠിക്കുന്നതിനേക്കാളും 5 ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിക്കാം. അപ്പോൾ 30 മാർക്ക് കിട്ടി. 100% എത്ര ടഫ് ചോദിച്ചാലും നിങ്ങൾ എഴുതും. എന്നിട്ട് ബാക്കിയുള്ള ഓരോ ചാപ്റ്ററിൽ നിന്ന് ഒരു 2 ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് പഠിക്കാം. അത് വന്നാൽ ബോണസ്, വന്നില്ല എങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ സേഫ് സോണില്ല. അപ്പം അങ്ങനെ പഠിക്കാം. മാത്സ് ജയിക്കാൻ വേണ്ടി ചെയ്യുന്ന കുട്ടികൾ, ഞാൻ അതിന് വേണ്ടി എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ആ രീതിയിൽ ട്രൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഫുൾ ഒരു 5 ചാപ്റ്റർ ഫുൾ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും വിഷയമില്ല. കാരണം 5 ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കയ്യിലുണ്ട്. അടിപൊളിയായി നിങ്ങൾ 5 ചാപ്റ്റർ പഠിച്ചു, സമയമുണ്ട്. അപ്പോൾ ഇനി ആ ഒരു രീതിയിലോട്ട് നിങ്ങൾ മാറുക. ഒരിക്കലും പോർഷൻ സെലക്ട് ചെയ്യാതെ ചാപ്റ്റേഴ്സ് ഫുൾ പഠിക്കാം. ചില ചാപ്റ്റേഴ്സ് നമുക്ക് സെലക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് കിട്ടും. എൻ്റെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് കളയണ്ട. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങളെ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ നിങ്ങൾ മാറ്റുക കേട്ടോ. ഇനിയുള്ള എക്സാംസിന്, ഇനി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാംസ് ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ പേരിനായതുകൊണ്ട് +1 എക്സാമിനേഷനും നല്ല ടഫായിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ +2 മാത്സിൻ്റെ ക്ലാസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഫുൾ ചാപ്റ്റർ എടുത്തു തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൽ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഫോർ മീ, എനിക്ക് +2 എക്സാം പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നിയത്. ഒരു ടഫ് ആണോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, ടഫ് തന്നെയാണ്. പക്ഷേ അത്യാവശ്യം ചാപ്റ്റർ എല്ലാം പഠിക്കുന്ന കുട്ടിക്ക് ഒരു എബോവ് ആവറേജ്, നല്ല പഠിക്കുന്ന കുട്ടിക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അതിൽ തന്നെ ഉണ്ട്. ഓക്കെ, തീരെ ഈസി അല്ല, എക്സാമിനേഷൻ ഈസി അല്ല, ഒരു എബോവ് ആവറേജ് എക്സാമിനേഷൻ ആണ്. അത്ര ടഫ് അല്ല, കാരണം ഒരു 30 ജയിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അതിലുണ്ടായിരുന്നു. ഓക്കെ, ബാക്കി ഫുൾ പഠിക്കുന്ന കുട്ടിക്ക് മാത്രമേ ഫുൾ മാർക്ക് അല്ലെങ്കിൽ എന്താണ് A+ കിട്ടുള്ളൂ. കുറച്ച് സെലക്ട് ചെയ്ത് നല്ല ബുദ്ധിയുണ്ട്, പക്ഷേ സെലക്ട് ചെയ്താണ് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രശ്നം തന്നെയാണ് എക്സാമിനേഷൻ. പിന്നെ ഒരു കാര്യം, ഇതുവരെ നടന്നിട്ടുള്ള കെമിസ്ട്രി എക്സാമിനേക്കാളും ഏറ്റവും ടഫസ്റ്റ് എക്സാമാണ് ഈ വർഷം നടന്ന കെമിസ്ട്രി എക്സാം. കാരണം പാറ്റേൺ എല്ലാം ചേഞ്ച് ആക്കി അവർ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് മാറ്റി ചോദിച്ചു. ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ നല്ല രീതിയിൽ, കാരണം റിയാക്ഷൻസ് ഒക്കെ നന്നായിട്ട്, റിയാക്ഷൻസിൻ്റെ ഒക്കെ പേരൊക്കെ, റിയാക്ടിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും പേര് അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിയാക്ഷൻ എഴുതാൻ പറ്റൂ ആ രീതിയിൽ. പക്ഷേ എല്ലാം നെയിംഡ് റിയാക്ഷനാണ് ചോദിച്ചത്. നിങ്ങൾ അതൊക്കെ സ്കിപ്പ് ചെയ്ത്, നിങ്ങൾ സ്കിപ്പ് ഏത് റിയാക്ഷൻ സ്കിപ്പ് ചെയ്യുക അത് ചോദിക്കും. അതായിരുന്നു സംഭവിച്ചത്. അപ്പോൾ ഫോർ മീ ഇസ് എ പെർഫെക്റ്റ് എക്സാമിനേഷൻ. നിങ്ങൾ പറയുക നിങ്ങൾക്ക് എളുപ്പമാണോ ഈസി ആണോ എന്ന് പറയുക. ഇനി പൊതുവെ ജനറൽ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ടഫ് എന്ന രീതിയിലാണ് എക്സാമിനേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാല്യുവേഷൻ, നമ്മൾ എക്സാം എപ്പോഴും ടഫ് ആകുമ്പോഴും നമുക്ക് വാല്യുവേഷൻ ലിബറൽ ആകും. അതുകൊണ്ട് കെമിസ്ട്രി വാല്യുവേഷനും എന്താണ്, എനിക്ക് തോന്നുന്നു കെമിസ്ട്രി വാല്യുവേഷനും എന്തായിരിക്കും, ലിബറൽ ആയിരിക്കും. അപ്പോൾ ഒരുവിധം എഴുതിയ കുട്ടികൾക്കൊക്കെ മാർക്ക് കിട്ടും. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട, വിഷമിക്കേണ്ട, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ബാച്ച് മുതൽ എക്സാമൊക്കെ സ്റ്റാൻഡേർഡ് ആകുകയാണ്. അപ്പോൾ അത് നിങ്ങളത് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. ഒരു കാര്യം പറയട്ടെ, ഇപ്പം നിങ്ങൾക്കും ടഫാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ലോ ടഫ്, എല്ലാവർക്കും ടഫല്ലേ. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന മാർക്ക് ഒരേപോലെ ആയിരിക്കത്തില്ലേ. അപ്പോൾ ഈ മാർക്ക് വെച്ചല്ലേ നിങ്ങൾ അടുത്ത ഡിഗ്രിയിലും പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. കാരണം എല്ലാവർക്കും ഒരേപോലെ മാർക്ക് കിട്ടുമ്പം അത് നിങ്ങൾ എഫക്റ്റ് ചെയ്യത്തില്ല. കുറേ ആൾക്കാർക്ക് നല്ല മാർക്കും കുറേ ആൾക്കാർക്ക് മോശം മാർക്ക് കിട്ടുമ്പോൾ മാത്രമേ നിങ്ങളെ എഫക്റ്റ് ചെയ്യുള്ളൂ. എല്ലാവർക്കും ടഫ് ആകുമ്പോൾ അത് ഒരേ കാറ്റഗറി മാർക്ക് എല്ലാവർക്കും കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടിയോ മാർക്ക് കുറഞ്ഞോ കിട്ടിയോ വെച്ച് നിങ്ങളെ എഫക്റ്റ് ചെയ്യത്തില്ല. ആ മാർക്ക് വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റും. കാരണം നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ജയിച്ചിറങ്ങിയ കുട്ടികളോട് നിങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഈ വർഷം ജയിച്ചിറങ്ങുന്ന കുട്ടികളോട് കോമ്പറ്റീറ്റ് ചെയ്താൽ മതിയല്ലോ. CBSE കുട്ടികൾക്ക് അങ്ങനെ മാർക്കൊന്നും കിട്ടത്തില്ല. കാരണം അവരുടെ എക്സാം ഇതിനേക്കാളും ടഫായിരുന്നു. ആ പിള്ളേർ അവരെ പൊക്കി പറഞ്ഞില്ല, ആ പിള്ളേർ ഈ ക്വസ്റ്റ്യൻ ആരെ കണ്ട അപ്പോൾ ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആ പിള്ളേർ പറയുള്ളൂ. കാരണം അവരുടെ എക്സാം കിട്ടില്ല, ഭയങ്കര ഇതിനേക്കാളും ടഫായിരുന്നു. അതുകൊണ്ട് അവർക്കും ആ രീതിയിലേ മാർക്ക് കിട്ടുള്ളൂ, നിങ്ങൾക്കും ആ രീതിയിലേ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ മാർക്ക് വെച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പഠിക്കാൻ പോകണമെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇനി നാട്ടുകാർ, ഓക്കെ, ഫുൾ A+ ഉണ്ടോ ഇല്ലോ, അത് ഇവിടെ കൂടെ ആ നാട്ടുകാർ ചോദിക്കുന്നത് ഇവിടെ കൂടെ കേൾക്കുക, ഇവിടെ കൂടെ കളയുക. കാരണം ആ നാട്ടുകാരെല്ലാം നിങ്ങൾക്ക് ഫുഡ് തരുന്നത് നിങ്ങൾ അച്ഛനും അമ്മയാണ്. അവർക്ക് നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. ക്വസ്റ്റ്യൻസ് ഒക്കെ ടഫാണെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഒരു കുഴപ്പമില്ല. നാട്ടുകാർ ഫുൾ A+ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അവർക്കൊരു സന്തോഷമായിക്കോട്ടെ. ചുമ്മാ ഇല്ലെന്ന് പറയുമ്പോൾ അവർക്ക് വിഷമം. അപ്പോൾ നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ആരും ടെൻഷൻ അടിക്കണ്ട. മാത്സ് നന്നായിട്ടിരുന്ന് എന്ത് ചെയ്യുക, പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.